സാർ, ആ ചങ്കിലിത്തിരി മനുഷ്യത്വം ഉണ്ടാകണം. കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലിവർദ്ധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി, മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സാർ ഈ സംസ്ഥാനത്തെ മന്ത്രിമാരുടെ മൂക്കിന്റെ താഴെ ഉജ്ജ്വലമായ ഒരു സ്ത്രീ മുന്നേറ്റം, സ്ത്രീ തൊഴിലാളികളുടെ ഒരു മുന്നേറ്റം നടക്കുകയാണ്, ഒരു പ്രക്ഷോഭം നടക്കുകയാണ്. അത് കണ്ടില്ലെന്ന് നടക്കുകയാണെങ്കിൽ സാർ സർക്കാർ ഇപ്പം അവരെ വെയിലത്ത് നിർത്തി, മഴയത്ത് നിർത്തി, പെരും മഴയത്ത് ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അവർ സമരം ചെയ്യുകയാണ് സാർ. 26,000-ലധികം വരുന്ന ആശാ തൊഴിലാളികളുടെ പ്രതിനിധികളാണ് അവരെ സമരം ചെയ്യുന്നത്. കർഷക തൊഴിലാളികളുടെയും ഒക്കെ കൂലിവർദ്ധന വേണ്ടി സമരം ചെയ്ത ഒരു പാർട്ടി, മെയ് ദിനം ആചരിക്കുന്ന ഒരു പാർട്ടി ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും അവരെ പരിഹസിക്കുകയും ചെയ്യാണ് സാർ. കേന്ദ്ര സർക്കാരിൻ്റെതാണെന്ന് സ്കീമാണെന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെ പാർലമെന്റിൽ ഞങ്ങളുടെ MP ഉൾപ്പെടെ MP-മാർ കഴിഞ്ഞ ദിവസം അതിശക്തമായി ഇതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട ചില ഡ്യൂട്ടികളില്ലേ സാർ? സാർ, ഇവർ പണിയെടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ല. ഈ ആരോഗ്യ മേഖല നമ്പർ 1 ആയി നിലനിർത്താൻ രാവും പകലും പണിയെടുക്കുന്നവരാണ് ശ്രീ ആശാവർക്കർമാർ. അവിടെ സംസ്ഥാനത്ത് ഇവരെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവരുടെ വേതനം തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ കൂലി കൂടുതൽ ചോദിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊണ്ടുവരണമെന്ന് ചോദിക്കണമെന്ന് പറയുന്നത് എന്ത് ന്യായമാണ് സാർ ഉള്ളത്? നിങ്ങൾ എന്താണ് ആ സമരത്തിലെ കണ്ടില്ലെന്ന് നടിക്കുന്നത്? അവിടെ ഒരു പ്രാവശ്യം ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു, അംഗീകരിക്കുന്നു. പക്ഷെ അവരുടെ ആവശ്യം അംഗീകരിക്കാത്തത് കൊണ്ട് സമരം ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്ത് വളർന്നു വന്നൊരു പാർട്ടിയല്ലേ, തൊഴിലാളി വർഗ പാർട്ടിയല്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇന്ന് തൊഴിലാളി വർഗം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ തൊഴിലാളി സമരത്തെ കണ്ടില്ലെന്ന് നടിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ അവരെ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പൊ അവരെ ചർച്ച ചെയ്യാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ട് ഒരു മാസം പിന്നിട്ടു സാർ ആ തൊഴിലാളികൾ അവിടെ ഇരിക്കുന്നത്? ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി മുഖ്യമന്ത്രിയോട് പറഞ്ഞ് അവരെ ചർച്ചയ്ക്ക് വിളിച്ച് ആ പ്രശ്നം പരിഹരിക്കണം. സംസ്ഥാനത്തുള്ള എല്ലാവരും 24 മണിക്കൂറും തൊഴിൽ ചെയ്യുന്നവരാണവർ. ഈ കേരളത്തെ നമ്പർ 1 ആരോഗ്യ മേഖലയാക്കി മാറ്റി നിർത്തുന്ന ആളുകളാണവരെ. അത് ചർച്ചയ്ക്ക് ചെയ്യാൻ തയ്യാറാകണം. അത് കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളെ കണക്ക് നിരത്തുകയല്ല വേണ്ടത്. ആ കണക്ക് കണ്ടല്ല അവര് മറ്റ് സംസ്ഥാനങ്ങളിലല്ല പണിയെടുക്കുന്നത്, ഈ കേരളത്തിലാണ്. ഈ കേരളത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കണ്ടില്ലെന്ന് നടിച്ചു പോകാൻ വേണ്ടി സാധിക്കില്ല സാർ. അത് അടിയന്തരമായി പരിഹരിക്കാൻ ആവശ്യമായ തീരുമാനങ്ങൾ